ഓം ഗം ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സനാതനം ഭാരതീയം എന്ന ഈ ചാനലിലൂടെ ഷോഡശ സംസ്കാരത്തെക്കുറിച്ചായിരുന്നു വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 12ാമത് സംസ്കാരമായിട്ടുള്ള വിവാഹ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അടുത്ത 13ാമത്തെ സംസ്കാരമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമ സംസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള പഞ്ചമഹായജ്ഞങ്ങളുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾക്കറിയാം, ദൈവീകമായ ഒരു ചടങ്ങിലേക്ക്, പവിത്രമായ ഒരു കുടുംബ സങ്കല്പത്തിലേക്ക് നമ്മൾ കടന്നതായിരുന്നു വിവാഹ സംസ്കാരത്തിലൂടെ കണ്ടത്. അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന് വധുവും വരനും അവരുടെ നന്മകളും തിന്മകളുമെല്ലാം പരസ്പരം മനസ്സിലാക്കി ഒന്നായി തീരുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് വിവാഹ സംസ്കാരം എന്നുള്ളത്. ആ വിവാഹ സംസ്കാരാനന്തരം വധൂവരന്മാർ വരൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ വരൻ്റെ മാതാവും ബന്ധുജനങ്ങളും ചേർന്ന് അവരെ മംഗളാരതി പൂർവ്വം സ്വീകരിക്കുകയും അവർക്കായി പ്രത്യേകമൊരു കുടുംബ ജീവിത സങ്കല്പം തന്നെ, ആ സങ്കല്പത്തിൽ അതിൻ്റെ ശ്രേയസ്സിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബദീപം തെളിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് ഭാര്യാഭർത്താക്കന്മാരുടെ കർത്തവ്യങ്ങളും ചുമതലകളും ബോധ്യപ്പെടുത്തുന്ന വേദ സൂക്തങ്ങളാണ് വരൻ്റെ മാതാവും ബന്ധുജനങ്ങളും അവിടെ നിന്ന് സ്വീകരിക്കുന്ന സമയത്ത് അവർ ചൊല്ലേണ്ടത്. എന്നാൽ ഇന്ന് ആ വേദമന്ത്രങ്ങളെക്കുറിച്ചോ ഒന്നും സാധാരണ ജനങ്ങൾക്ക് അറിവില്ല തന്നെ. മാത്രവുമല്ല, ആ പവിത്രമായ ഒരു സങ്കല്പമെങ്കിലും മനസ്സിലേക്ക് വരുന്ന കുടുംബങ്ങൾ വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വധുവിനോട് വരൻ്റെ മാതാവ് സംബോധന ചെയ്യുന്ന അഥർവവേദ മന്ത്രത്തിൻ്റെ സാരാംശമൊന്ന് നോക്കൂ. ആ മന്ത്രം തന്നെ സുമംഗലീവ്രതരണീ ഗൃഹാണാം സുവേശാപത്യേ ശുശ്രായ ശംഭു എന്ന് തുടങ്ങുന്ന അഥർവവേദ മന്ത്രത്തിൻ്റെ ആ പവിത്രമായ അർത്ഥം, ഹേ വരാനനെ, നീ മംഗളാചരണപ്രിയയും ശോകദോഷരഹിതയും ഗൃഹകാര്യങ്ങളിൽ ചാതുര്യമുള്ളവളുമായി സുഖപ്രദമായ വിചാരവും ഉത്തമ കുടുംബിനിയുമായി വാഴുക. സദാപ്രസന്നവും ആചരണവും കൊണ്ട് ശുശ്രാദി ബന്ധുജനങ്ങൾക്ക് പ്രിയപ്പെട്ടവളായിരിക്കുവാനും ജീവിത വികാസത്തിൻ്റെ സുഖം അനുഭവിക്കുവാനും സന്തോഷപൂർവ്വം ഈ ഗൃഹത്തിലേക്ക് നീ പ്രവേശിക്കുക എന്നാണ്. അല്ലയോ വധു, നിന്റെ ഭർത്താവിന് നീ സുഖത്തെ പ്രദാനം ചെയ്യുന്ന സുഖദാതാവാണ്. ശുശ്രാദി കുടുംബാംഗങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും സുഖം നൽകുന്നവളാണ്. നിന്റെ വാക്കും പ്രവൃത്തിയും കൊണ്ട് സ്വന്തം സുഖത്തോടൊപ്പം തന്നെ സർവപ്രജകൾക്കും സുഖമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയായിരിക്കണം വരൻ്റെ ബന്ധുക്കളും മാതാവും ഒക്കെ ചേർന്ന് ചൊല്ലേണ്ടത്. നീ ആ മന്ത്രങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിൽ അത്തരത്തിലൊരു ആശയം വെച്ചുകൊണ്ട് ഒരു അർത്ഥ തലത്തിലേക്ക് മനസ്സ് ഉയർത്തിക്കൊണ്ട് എത്ര കുടുംബങ്ങൾ ആ സമയത്ത് വധുവിനെ സ്വീകരിക്കുവാനുണ്ടാകും എന്ന് ചിന്തിച്ചു നോക്കൂ. പലയിടങ്ങളിൽ നമ്മൾ കാണുന്നത് ആഘോഷങ്ങളുടെ ഒരു പേക്കൂത്തുകളായിട്ടാണ്. മുൻപൊക്കെ ഭവനങ്ങളിലേക്ക് വധുവിനെ സ്വീകരിക്കുന്ന സമയത്ത് അമ്മമാർ കുരവയിട്ട് ആ മംഗളധ്വനി അന്തരീക്ഷത്തിൽ മുഴക്കി ഒരു മഹാമംഗളം, ഒരു മഹത്തായ മംഗളകരമായ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നു എന്ന് മാലോകരെ അറിയിക്കുന്ന ഒരു വിളംബരമാണ് ആ കുരവേടിയിൽ. ഇന്നത് അമ്മമാർക്ക് അറിയില്ലാതായിരിക്കുന്നു. പകരം കുറേ ചെറുപ്പക്കാരുടെ പേക്കൂത്തുകൾ ആ സന്ദർഭത്തിൽ നമ്മൾക്ക് കാണാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ബ്രഹ്മചര്യ ആശ്രമത്തിൽ അഭ്യസിച്ച സമസ്ത വിദ്യകളും പുഷ്പിച്ച് ഫലം നൽകുന്ന മനുഷ്യജീവിതത്തിൻ്റെ 2ാം ഘട്ടമാണ് ഗൃഹസ്ഥാശ്രമം എന്നറിയുക. സർവ്വജന്തുക്കൾക്കും പ്രാണവായുവിനെ ആശ്രയിച്ച് എങ്ങനെയാണോ ആ സർവ്വജന്തുക്കളും ജീവിക്കുന്നത്, അപ്രകാരം തന്നെ ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി, ഈ 3 പേരും ഗൃഹസ്ഥനെ സമാശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു രാഷ്ട്രത്തിൻ്റെ വികേന്ദ്രീകൃതമായ രൂപമാണ് ഓരോ കുടുംബവും. വേദത്തിലൂടെ പറയുന്നു, വിശ്വം ഭവത് ഏകമേഢം എന്ന്. ഈ വിശ്വം എന്ന് പറയുന്നത് ഒരു കിളിക്കൂടാണ്.
ഒരു കിളിക്കൂടാണ് ഈ വിശ്വമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ധർമ്മവ്യവസ്ഥയിൽ അത് ഒരുക്കി വച്ചിരിക്കുന്നത്. പരസ്പര പൂരകങ്ങളായി പരസ്പരം ചിന്തിച്ചുകൊണ്ട് സർവ്വതിൻ്റെയും നിലനിൽപ്പിന് അടിസ്ഥാനമായി നിലനിൽക്കേണ്ടത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഘടകമാണെന്നുള്ളതാണ്. അത് മനുഷ്യർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. കാരണം മനുഷ്യനാണ് ആ ബോധതലത്തിലേക്ക് വികാസം പ്രാപിച്ച വ്യക്തിത്വം എന്നുള്ളത്. മൃഗങ്ങൾക്കൊന്നും ആ വികാസം എത്തിയിട്ടില്ല. എന്നാലും ശരി, ധർമ്മവ്യവസ്ഥയിൽ അണുവിട തെറ്റാതെ മറ്റ് ജീവജാലങ്ങളെല്ലാം ചരിക്കുമ്പോൾ ബോധമണ്ഡലം വളരെയേറെ വികസിച്ച മനുഷ്യരാശിയാണ് ഈ പ്രപഞ്ചത്തിന് നാശകാരിണിയായി സർവ്വസമയം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യമെന്നുള്ളത്. നമ്മൾക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൗരാണിക ചരിത്രം ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂതകാലമൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ AD 1000 നൂറ്റാണ്ട് വരെ ഭാരതത്തിൻ്റെ ജഗജ്ജനനി ഭാവത്തിൽ വിരാജിച്ചിരുന്ന ഒരു ബൃഹത്തായ ഒരു രാഷ്ട്രസങ്കല്പം നമ്മൾക്കുണ്ടായിരുന്നു. ശ്രേഷ്ഠന്മാരും കീർത്തിമാന്മാരും ത്യാഗസന്നദ്ധരുമായിട്ടുള്ള നിരവധി ഈ മഹാത്മാക്കൾ കൊണ്ട് ജന്മം കിട്ടിയ പവിത്രമായ നാടാണ് നമ്മുടെ നാട് എന്നുള്ളത്. പക്ഷേ AD 1000 ശേഷം ഭാരതത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിലുള്ള അമൂല്യമായ സാധ്യതകൾ, സമ്പത്തുകൾ ഒക്കെ മനസ്സിലാക്കി ഭാരതത്തിലേക്ക് വന്ന വിദേശീയരായിട്ടുള്ള സഞ്ചാരികളും മറ്റുള്ളവരുമൊക്കെ ഭാരതത്തിൻ്റെ സമ്പത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ രാഷ്ട്രത്തെ കൈയടക്കാൻ, സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ അടിമത്വത്തിലാണ്ട് കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. അവരിവിടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് സംസ്കാര സമ്പന്നമായ ഒരു ജീവിത രീതിയാണ്. ആ സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതാണ്. പിന്നെ മാത്രവുമല്ല, വന്നവരെല്ലാം ഈ രാഷ്ട്രത്തിൻ്റെ ഭരണം കൈയാളാൻ സാധിച്ചത് സർവരെയും ദൈവതുല്യമായി സ്വീകരിക്കുകയും സർവർക്കും അവർക്ക് വേണ്ട ആരാധനാ സമ്പ്രദായങ്ങളും ജീവിത രീതികളുമെല്ലാം ഇവിടെ നടപ്പാക്കി കൊടുക്കുകയും ചെയ്യുവാൻ സദാ ശ്രദ്ധാലുവായിരുന്നു നമ്മുടെ അമ്മമാർ. നമ്മൾ മക്കൾ ഭക്ഷണം കഴിച്ചില്ലേലും അതിഥിയെ സൽക്കരിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു നമ്മുടെ. അതിൻ്റെ പരിണതഫലം ശരിയായ അതിഥിയെ മനസ്സിലാക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ സമാജത്തിൽ നമ്മൾ അസംഘടിതരായിരുന്നു എന്നുള്ളത് കൊണ്ടും നമ്മളെ പെട്ടെന്ന് സനാതനധർമ്മ വിശ്വാസികളെ, ഭാരതത്തിലെ ജനങ്ങളെ പെട്ടെന്ന് അടിമകളാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി രാജ്യങ്ങൾ, പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും മുഗളന്മാരുടെയൊക്കെ കിരാതമായ ഭീകരമായ ആക്രമണം ഉണ്ടായിട്ട് പോലും, ഇത്രയേറെ കൊടിയ ആക്രമണങ്ങളും ഭീകരമായ സാഹചര്യങ്ങളും ലോകത്തൊരു സംസ്കാരത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് പോലും ഇത് നിലനിന്നത്, ഈ സംസ്കാരം നിലനിന്നത് ഭാരതത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള കുടുംബ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വ്യക്തിത്വം, ഒരു രാഷ്ട്രത്തിൻ്റെ കേന്ദ്രീകൃത രൂപമാണ് ഓരോ കുടുംബവും. വീടും വിദ്യാലയവും മനുഷ്യ സ്വഭാവ രൂപീകരണത്തിൻ്റെ 2 മുഖ്യ കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബം എന്നുള്ളത്. ഈ കുടുംബ വ്യവസ്ഥിതിയിൽ അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളും ഒക്കെയായിട്ട്, മക്കളുമൊക്കെയായിട്ടുള്ള ആ ഒരു സാഹോദര്യ വർത്തിത്വം, ബന്ധുക്കളുമായിട്ടുള്ള ഒരു അഗാധമായ ഒരു പ്രത്യേക ബന്ധം, ഇവയെല്ലാം കൊണ്ടും കുടുംബ ബന്ധത്തിലൂടെ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ അങ്ങനെ കൊടിയ പീഡനങ്ങൾ ഉണ്ടായിട്ട് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ ഗൃഹകാര്യങ്ങൾ ചിട്ടപ്പെടുത്തി, നിത്യകർമാനുഷ്ഠാനങ്ങൾ ക്രമപ്പെടുത്തി, പരോപകാര സത്കർമ്മനിരതരായി സദാ പ്രസന്നചിത്തരായി കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ കാൽവെപ്പോടുകൂടി വധുവും വരനും ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർക്ക് മരണം വരെ സന്മാർഗനിഷ്ഠ, അവ്യഭിചാരമുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിഷ്കർഷയുള്ള കാര്യമാണ്. ഒരു മഹാസങ്കല്പമായിട്ടത്, മഹാധർമ്മമായിട്ട് അത് സ്ത്രീയും പുരുഷനും കരുതണമെന്ന് നമ്മുടെ ധർമ്മം അനുശാസിക്കുന്നു. ഗൃഹസ്ഥാശ്രമധർമ്മം പ്രധാനമായും പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം നയിക്കുക എന്നാണ് നമ്മുടെ കുടുംബ സങ്കല്പത്തിൻ്റെ കാതലായ 5 കാലുകൾ എന്ന് പറയുന്നത്. 5 കാലുകൾ എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, മനുഷ്യയജ്ഞം അഥവാ നൃയജ്ഞം, അതിഥിയജ്ഞം എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മനുഷ്യയജ്ഞം, അതേപോലെ തന്നെ ശ്രീഭൂതബലി വൈവസ്വത യജ്ഞം എന്ന് പറയുന്ന ശ്രീഭൂതയജ്ഞം. ഇങ്ങനെ 5 യജ്ഞങ്ങൾ ഓരോ ഗൃഹത്തിലും പ്രതിദിനം അനുഷ്ഠിക്കേണ്ട സംസ്കാര കർമ്മങ്ങളാണ് എന്നുള്ളതാണ്. എന്താണ് ബ്രഹ്മയജ്ഞം? ഒരു മനുഷ്യൻ്റെ മനസ്സ് രൂപപ്പെടുത്തുന്നതിന്, ആ സത്യധർമാദികളിൽ അവൻ ചരിക്കുന്നതിന് ആ മനസ്സ് പവിത്രമായി വെക്കേണ്ടത് അറിവിൻ്റെ ബലത്തിലാണ് എന്നുള്ളതാണ്.
എന്തിൽ നിന്നാണ് നമ്മുടെ ഉത്ഭവം, ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, ഈ നാടിൻ്റെ ഉത്ഭവം, ഇതിൻ്റെയൊക്കെ കാതലായ അസ്തിത്വം എന്താണ് എന്ന് നാം അറിയുന്നതിന് നമ്മുടെ ഇതിഹാസ പുരാണമായിട്ടുള്ള ആത്മീയമായ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. ബ്രഹ്മത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ് ബ്രഹ്മയജ്ഞം എന്നുള്ളത്. ബ്രഹ്മത്തെ അറിയുക, ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഏകമായ ശക്തി സ്വരൂപത്തെ നാം അറിയുക, നാം അതിൻ്റെ അംഗഭൂത ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതിന് നിരവധി ഗ്രന്ഥങ്ങൾ ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും വേദങ്ങളും ഉപനിഷത്തുക്കളും അതേപോലെ ബ്രഹ്മസൂത്രങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള നിരവധി ഗീതകൾ, അനുഗീത, അഷ്ടാവക്രഗീത, വ്യാധഗീത തുടങ്ങിയിട്ടുള്ള അറിവിൻ്റെ സമാഹാരങ്ങളായിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ആചാര്യന്മാർ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അവ പഠിക്കുകയും അപ്പോൾ ആ ബ്രഹ്മ തത്വത്തിലേക്ക് നാം ഓരോരോ ഘട്ടത്തിലും മുന്നോട്ട് പോയി ആ ബ്രഹ്മതത്വത്തിലേക്ക് ലയിക്കുകയും ചെയ്യേണ്ട ഒരു അറിവിൻ്റെ സ്വാധ്യായപരമായ ഒരു യജ്ഞമാണ് ബ്രഹ്മയജ്ഞം എന്നുള്ളത്. രണ്ടാമത്തെയാണ് ദേവയജ്ഞം എന്ന്. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ യജ്ഞയാഗാദി കർമ്മങ്ങളിലൂടെ നാം അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളും യാഗങ്ങളും പൂജകളും കീർത്തനങ്ങളും ഒക്കെ ദേവയജ്ഞത്തിലാണ് വരിക. നമ്മുടെ വീടുകളിൽ സന്ധ്യാവന്ദനം ചെയ്യുമ്പോഴും അഗ്നി ജ്വലിപ്പിച്ച് നിലവിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയുടെ പ്രതീകമായ നിലവിളക്കിൽ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ആലാപനം ചെയ്യുമ്പോഴും കീർത്തനാലാപനങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നാം അനുഷ്ഠിക്കുന്നത് ദേവയജ്ഞമാണ്. അപ്പോൾ ഈശ്വരീയമായ കാര്യങ്ങൾ, ക്ഷേത്രദർശനങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളുമെല്ലാം നടത്തി നമ്മൾ സാത്വിക പ്രധാനമായി മനസ്സിനെ പാകപ്പെടുത്തുവാനായിട്ട് സദാ ശ്രദ്ധരാകുക എന്നുള്ളതാണ്. കാരണം സദാ എപ്പോഴും വഴിതെറ്റിപ്പോകാവുന്ന ഒരു ഉപാധിയാണ് മനുഷ്യൻ്റെ ഉള്ളിലെ മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സ് നേരായിരുന്നു കഴിഞ്ഞാൽ, ആ മനസ്സ് ശുദ്ധമായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സർവ്വതിനെയും നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ബ്രഹ്മയജ്ഞത്തിലൂടെ അറിവ് നേടുക, ആചരണങ്ങളിലൂടെ, കീർത്തന ആലാപനങ്ങളിലൂടെ, അതേപോലെ തന്നെ സന്ധ്യാവന്തനങ്ങളിലൂടെ നമ്മുടെ ദേവതാ പ്രീതി നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് മനുഷ്യയജ്ഞം എന്നുള്ളത്, അല്ലെങ്കിൽ അതിഥിയജ്ഞം, നൃയജ്ഞം എന്നൊക്കെ അതിന് പറയും. ആ അതിഥിയജ്ഞം, അതിഥി ദേവോഭവ എന്ന് പറയും. അതിഥി എന്നത് തിഥി തെറ്റി വരുന്നതെല്ലാം അതിഥികളാണ്. അതെല്ലാം സന്തോഷത്തോടു കൂടി നാം സ്വീകരിക്കുക. ജീവിതത്തിൽ ദ്വന്ദ്ങ്ങളുടെ ഒരു കലവറയാണ്. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും, ഉഷ്ണമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ശൈത്യവും ഉണ്ടാകും, രാത്രിയുണ്ടെങ്കിൽ പകലുണ്ട്. അതേപോലെ എല്ലാ ദ്വന്ദ്ങ്ങളുടെയും ഒരു കലവറയാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വരുന്നത് എന്തായാലും ശരി, അതിനെ ഈശ്വരാനുഗ്രഹമായി നമുക്ക് ലഭിച്ചതാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്ന പരീക്ഷണമാണ് എന്ന് കണ്ട് അതിനെയെല്ലാം ഉൾക്കൊള്ളുക. വരുന്ന അതേപോലെ തന്നെ തിഥി തെറ്റി വരുന്നവരെ, ഒരാൾ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് വരുന്ന ആൾ അതിഥിയാവില്ല, പ്രതീക്ഷിക്കാതെ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന ഒരാൾ അതിഥിയാണ്. പക്ഷേ ആ അതിഥിയെ ഏത് തരത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. വരുന്നവരെ എല്ലാവരെയും അതിഥിയായി കണ്ട് സ്വീകരിക്കുന്നതിന് അവരെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി കൂടി നമ്മൾക്കുണ്ടാകണം എന്നും നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറയുകയാണ്. അതിഥിയജ്ഞം. പിന്നെ അതേപോലെ തന്നെയാണ് സേവന സന്നദ്ധമായിട്ട് മറ്റ് കാര്യങ്ങളും, മറ്റ് അവശത അനുഭവിക്കുന്ന ആർത്തരായിട്ടുള്ള ജീവിത നിലവാരത്തിലേക്ക് ഏറ്റവും താഴെ പോയി കിടക്കുന്നവർക്ക് ഒരു കൈ സഹായം കൊടുത്തുകൊണ്ട് അവരെ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്ന ഒരു അതൊക്കെ ഈ സേവന കാര്യങ്ങളിൽ വരുന്ന അത്തരത്തിലുള്ള കാരുണ്യപൂർവമായ പ്രവൃത്തികളൊക്കെ ഈ അതിഥി യജ്ഞം അല്ലെങ്കിൽ നൃയജ്ഞത്തിൽ വരുന്നതാണ്. അടുത്തതാണ് പിതൃയജ്ഞം. നമ്മളുടെ ഈ ശരീരവും മനസ്സും ഒക്കെ നമുക്ക് ലഭിച്ചത് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ കാരണവന്മാരായിട്ടുള്ള അപ്പൂപ്പൻ അമ്മൂമ്മമാരിൽ നിന്ന് ഒക്കെയാണ്. അപ്പം നമ്മളെ വിട്ടുപോയ, നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിച്ചിട്ട് അവർ ആ ശരീരവും മനസ്സും ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ പൂർവികരായ അവരെ ഓർക്കുവാനും അവരുടെ നന്മകളെക്കുറിച്ച് സ്മരിക്കുവാനും അവർക്ക് വേണ്ടി ഞാൻ അവരുടെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്ന് കരുതി അവർക്ക് വേണ്ടിയിട്ട് സ്വല്പം അരിയും എള്ളും പൂവും തർപ്പണം ചെയ്യുവാനും ഒക്കെയുള്ള ഒരു മനസ്സാണ് പിതൃബലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കർക്കിടക വാവ് എന്ന് പറയുമ്പോൾ തന്നെ വർഷത്തിലൊരു ദിവസമാണ് ചന്ദ്രനും സൂര്യനും ഒരേ നേർരേഖയിൽ വരുന്നത്. അത് കർക്കിടക വാവിൻ്റെ അന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് സൂര്യകാരകനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആ സ്കെൽട്ടൻ സ്വഭാവവും കണ്ണിന് തിളക്കവും ഒക്കെ ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പോൾ ശരീരകാരകനാണ് സൂര്യൻ, മനക്കാരകനാണ് ചന്ദ്രൻ.
മനസ്സിൻ്റെ കാരകൻ, നമ്മുടെ ഉള്ളിലുള്ളൊരു മനസ്സെന്നൊരു പ്രതിഭാസമുണ്ട്. ആ മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ എന്നുള്ളത് കൊണ്ട് മനസ്സും ശരീരവും ഉപേക്ഷിച്ചു പോയ നമ്മുടെ പൂർവികർക്ക് ഈ സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുന്ന ദിവസം തന്നെയാണ് ബലിതർപ്പണം നൽകുവാൻ ഉത്തമമായ ദിവസം എന്നുള്ളത് കൊണ്ടാണ് ഋഷീശ്വരന്മാർ, നമ്മുടെ ആചാര്യന്മാർ കർക്കിടകത്തിലെ കറുത്തവാവിന് പിതൃബലി നൽകുന്നത് ഉത്തമമാണ് എന്ന് വിധിച്ചത്. അങ്ങനെ കർമ്മങ്ങളാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. പിന്നെ ശ്രീഭൂതബലി, വൈവസ്വതയജ്ഞം അല്ലെങ്കിൽ ഭൂതയജ്ഞം എന്ന് പറയുന്നത് നമ്മളോടൊപ്പം നിൽക്കുന്ന സമസ്ത ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ഒക്കെ, നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന സസ്യലതാദികൾക്കും ചെടികൾക്കും ഒക്കെ വളം നൽകുകയും വെള്ളം നൽകുകയും, അതേപോലെ തന്നെ പക്ഷിജാലങ്ങൾക്ക് ചൂടുകാലത്ത് അവർക്ക് ഇന്ന് കുളങ്ങളോ അരുവികളോ എല്ലാം പറ്റി വരണ്ടു പോയിരിക്കുന്നു, അതൊന്നും ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് ഒരു ഉഷ്ണകാലമാകുന്ന സമയത്ത് നമ്മൾക്കറിയാം ചെറിയ പക്ഷിജാലങ്ങളെല്ലാം ചത്തു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളം കിട്ടാതെ. അപ്പോൾ പക്ഷിജാലങ്ങൾക്കൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുകയും അതേപോലെ തന്നെ മറ്റ് പ്രാണികൾക്കെല്ലാം അന്നം നൽകുകയും വളർത്തുമൃഗങ്ങൾക്ക് അന്നം നൽകുകയും അതേപോലെ തന്നെ മറ്റ് പ്രാണികൾക്ക് ഉറുമ്പുകൾക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ കോലം വരയ്ക്കുമായിരുന്നു, നല്ല മനോഹരമായ രീതിയിൽ വരയ്ക്കുമായിരുന്നു പൂക്കളം പോലെ. അത് പ്രാണികൾക്ക്, ഉറുമ്പ് പോലുള്ള ചെറിയ പ്രാണികൾക്ക് അരിപ്പൊടി വിതറി കൊടുക്കുന്നതാണ്. അത് ഭക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. പക്ഷെ അത് വാരിയിട്ടാൽ അലങ്കോലമാകും തിരുമുറ്റം എന്നുള്ളത് കൊണ്ടെന്ന് മനോഹരമായിട്ടൊരു അലങ്കാരപ്പണിയായിട്ട് അത് ചെയ്തു വന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രാണികൾക്ക് വേണ്ട സംരക്ഷണം സർവ്വപ്രാണികൾക്കും അവിടെ ആവശ്യമുള്ളതാണ്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എല്ലാം നമ്മൾക്ക് ഇവിടെയുള്ള ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ്, അത് ധാർമ്മിക വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുമ്പോഴാണ് അത് മാരകമായി തീരുന്നത് എന്നും കൂടി നാം അറിയുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള പഞ്ചമഹായജ്ഞങ്ങൾ ഓരോ കുടുംബങ്ങളും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് ആ വധുവിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യജ്ഞങ്ങളിലൂടെ അനുഷ്ഠിക്കുന്നത്. കാരണം വിവാഹത്തിന് മുമ്പ് വിവാഹം വരെയുള്ള കാലഘട്ടമെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വങ്ങളില്ലായിരുന്നു. അവർ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അവർക്ക് വേണ്ട സാമ്പത്തികമായ സഹായങ്ങളും ഒക്കെ പേരൻസ് നൽകിയിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം അവരാണ് മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കേണ്ടത് എന്ന ഉത്തരവാദിത്വ ബോധത്തിലേക്ക് അവർ വരണം. അപ്പോൾ ഇതുവരെ നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മുടെ പേരൻസ് ഉണ്ടായിരുന്നു. ഇതുവരെ നമ്മളെ അവരായിരുന്നു നോക്കിയിരുന്ന ഒരു കാര്യം അറിയണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ജീവിതമെന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മുടെ പേരൻസ് നോക്കിയത് അതേപോലെ തിരിച്ചവരെ ശ്രദ്ധിക്കുകയും അതേപോലെ സമൂഹത്തിൽ ബന്ധുക്കളിൽ ഒക്കെ വരുന്ന കാര്യങ്ങളിൽ നമ്മൾ അതുപോലെ ഇടപെടുകയും ഒക്കെ ചെയ്യേണ്ടുന്നതാണ് എന്ന ഒരു ഉത്തരവാദിത്വ ബോധം ഈ ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് വിവാഹം കഴിഞ്ഞ് ഭവനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പുതിയ ഒരു കുടുംബ ജീവിതത്തിന് ഞാൻ തുടക്കം കുറിച്ചു എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉത്തരവാദിത്വ ബോധം കൂടുതൽ അവരുടെ മനസ്സിലേക്ക് ഉറക്കേണ്ടതാണ്. ഏതൊരു കാര്യങ്ങളെല്ലാം നിസ്സാരമായി കണ്ടതുപോലെയല്ല ഇനി അങ്ങോട്ടുള്ള ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാനൊരു പുതിയ കുടുംബ പശ്ചാത്തലത്തിലേക്ക് ഉത്തരവാദിത്വത്തിലേക്കും ഉയർന്നു എന്ന് ബോധം ഉള്ളിലേക്ക് വരേണ്ടതാണ്. മാത്രവുമല്ല ഈ 4 വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മവുമാണ് എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞു ആ ഗൃഹസ്ഥാശ്രമധർമ്മം. കാരണം ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിയുമൊക്കെ ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു ഗൃഹസ്ഥന് അവൻ്റെ ജീവിതത്തിലുള്ള സർവ്വ അഭിലാഷങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിൽ നിന്നും പിന്നീടാണ് വാനപ്രസ്ഥത്തിലേക്ക് സന്യാസത്തിലേക്ക് തിരിയേണ്ടത് എന്നുള്ളത് കൊണ്ടും വളരെ പവിത്രമായ വളരെ കാര്യഗൗരവശേഷിയുള്ള ഒരു ആശ്രമധർമ്മത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എന്ന ബോധം തുടക്കം കുറിക്കുന്നത് ഈ ഗൃഹപ്രവേശത്തോടു കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ഈ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെയും പഞ്ചമഹായജ്ഞങ്ങളുടെയും മഹത്വം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംസ്കാരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.